നമ്മൾ സെക്കൻഡ് ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 2 കമ്പനി അക്കൗണ്ട്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് +1 +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ബേസ്, ഷെയർസിൻ്റെ ഡിബഞ്ചേഴ്സിൻ്റെ ഒക്കെ ബേസ് നിങ്ങളടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്, പാർട്ട്ണർഷിപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താ, ഒരാൾ മാത്രം നടത്തിക്കൊണ്ടു പോകുന്ന ബിസിനസ്സാണ് എന്ത്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന സംരംഭങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. ഇതല്ലാതെ ഈ ജോയിൻറ്റ് പാർട്ട്ണർഷിപ്പിനും സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനും ഒരു സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ബിസിനസ്സിൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അൺലിമിറ്റഡ് ലൈബിലിറ്റി, പിന്നെ ഷോർട്ടേജ് ഓഫ് 4 ആൾ കൂടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലും ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ അളവ് വ്യത്യാസമുണ്ട്. അപ്പോൾ വലിയ വലിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഈ പാർട്ട്ണർഷിപ്പ് പോരാ എന്നുള്ള സിറ്റുവേഷൻസിൽ ഫോം ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കടം കാര്യങ്ങൾ, ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കണമല്ലോ. ഇതൊക്കെ വരികയാണെങ്കിൽ 4 ആൾ കൂടി ഷെയർ ചെയ്യുമ്പോൾ 4 ആൾക്കും ഹെവി ബർഡനാണ് വരിക. അതിന് പകരം ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് എന്തെങ്കിലും നമുക്ക് ലോസ് ഒക്കെ വരികയാണെങ്കിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്യാം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ്, അതിൻ്റെ അളവും കാഠിന്യവും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്കൊരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ബിസിനസ് തുടങ്ങിയതാണ് എന്ത്, കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. കമ്പനി, മീനിങ് ഓഫ് കമ്പനി. കമ്പനി എന്ന് പറഞ്ഞ വാക്ക് 2 ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഒന്ന് കോം ആൻഡ് പാനി. അതായത് കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഗദർ, പാനി മീൻസ് ബ്രെഡ്. അത് ടുഗദർ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഇതാണ് ഇവിടെ മെയിൻ ചെയ്യണത്. അതായത് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നതിനാണ്. ലാറ്റിൻ വേർഡിലെ പഴയൊരു ഇതാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക അങ്ങനെയുള്ളതിനൊക്കെ ഉപരി എന്തായിരുന്നു, ഭക്ഷണം എന്നെ കഴിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യത്തെ ഇതിൽ. അപ്പോൾ അങ്ങനെയാണ് ഈ കമ്പനി എന്നുള്ള വാക്ക് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക്, അതായത് കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസ് തമ്മിലുള്ള ഒരു വോളണ്ടറി അസോസിയേഷനെയാണ് നമ്മൾ കമ്പനി പറയണത്. ഇനിയൊരു ഡെഫിനേഷൻ പറയാം നമുക്ക്. അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ഹാനെ, എ കമ്പനി, ഇത് നിങ്ങൾ പഠിക്കേണ്ട. അപ്പം ഇതിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഇവിടെ, നമ്പർ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് ഫോർ ക്യാരിയിങ് ഓൺ എനിത്തിങ് ഈസ് നോൺ ആസ് കമ്പനി. ഇനി ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം. വളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. മെനി പേഴ്സൺസ്, ഇനി ഒരാളുടെ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം. എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ എന്ന് പറഞ്ഞ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുക. അതായത് കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട പേഴ്സണാണ്. ക്രിയേറ്റഡ് ബൈ ലോ, നിയമപരമായ നിയമത്തിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. പിന്നെ പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ, സ്ഥിരതയായിട്ടുള്ള നിലനിൽപ്പ്, അതായത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് എന്ന് പറയും, സ്ഥിരമായി നിലനിൽക്കുന്നതും. കോമൺ ആയിട്ട് കമ്പനിക്ക് ഒരു എന്തുണ്ടാവും, സീലുണ്ടാവും. സീല്, നിങ്ങളത് സീലടിക്കുന്നത് കണ്ടിട്ടില്ലേ? സീലുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ സ്ഥിരമായ നിലനിൽപ്പും കോമൺ ആയിട്ട് സീലുമുള്ള ഒരു ലോയൽ നിയമത്താൽ നിർമ്മിതമായ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയാം, കമ്പനി എന്ന് പറയാം. കമ്പനികളുടെ പേരുകൾ നിങ്ങൾക്ക് അറിയാം, പല കമ്പനികളുണ്ട്. ടാറ്റ കമ്പനി, പിന്നെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, ഇതൊക്കെ എന്താണ്, കമ്പനികളാണ്. ഒരുപാട്, ഇപ്പോൾ മാരുതി സുസുക്കി, അങ്ങനെ മാരുതി കമ്പനി, അങ്ങനെ ഒരുപാട് കമ്പനികൾ നമുക്കറിയാം. കമ്പനികളൊക്കെ എങ്ങനെ എന്താണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ നിലനിൽപ്പോട് കൂടിയതും, ആൻഡ് കോമൺ സീൽ, ഇതിനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയാം. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫീച്ചേഴ്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുണ്ടെങ്കിലും നമുക്ക് തിയറിക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ആ ലെവലിൽ വരുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ 2 മാർക്ക് പോലെയുള്ള ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ തിയറി ആയിരിക്കും. പിന്നെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 2-3 പ്രോബ്ലം കഴിച്ച് ഒരു 5 ക്വസ്റ്റ്യനിൽ ബാക്കിയൊക്കെ തിയറി ആയിരിക്കും. പിന്നെ എസ്സേക്ക് ഇപ്പോൾ 3 എസ്സേ അല്ലെങ്കിൽ 2 എസ്സേ ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഒരു തിയറി ആയിരിക്കും. ഇനി 3 ക്വസ്റ്റ്യൻ ഒന്ന് സെലക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ 2 പ്രോബ്ലം ഒരു തിയറി ഒക്കെ ഉണ്ടാവും. അപ്പോൾ തിയറിയും ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്, ഓർമ്മിപ്പിക്കുകയാണ്.
ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. അപ്പോൾ അങ്ങനെ തിയറി ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വലിച്ചു വാരി സെൻറ്റൻസിൽ എഴുതാൻ പാടില്ല. ഒക്കെ ഹെഡിങ്, അടിയിൽ എക്സ്പ്ലനേഷൻ. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചേഴ്സ് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് എന്ത് എഴുതണം, വളണ്ടറി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കാം. വളണ്ടറി അപ്പോൾ നമുക്ക് പഠിക്കാനും എളുപ്പമാണ്, ഓർത്തെടുക്കാൻ. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പോയിന്റ്സ് ആയിട്ടാണല്ലോ പഠിക്കുക. ഇപ്പോൾ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വളണ്ടറി അസോസിയേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സെൻറ്റൻസാണ്, കമ്പനി ഈസ് എ വളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺസിൻ്റെ ഒരു കൂട്ടായ ഒരു വളണ്ടറി ആയിട്ട് നമ്മളിപ്പോൾ കൂട്ടായിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയതാണ് എന്ത്, കമ്പനി എന്ന് പറയുന്നത്. ഇനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അടുത്ത രണ്ടാമത്തെ പോയിന്റ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നും കമ്പനിക്ക് സെപ്പറേറ്റ്, അതായത് ഇപ്പോൾ മാരുതി സുസുക്കി എന്ന് പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ മാരുതി കമ്പനിയിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഒക്കെ ഇന്ന ആളുടെ അല്ലെങ്കിൽ ഇന്ന ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐഡൻറ്റിറ്റി വേറെ തന്നെ ഉണ്ട് കമ്പനിക്ക്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. നമ്മൾ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ എന്ന് പറഞ്ഞു. മെമ്പേഴ്സ് ഉണ്ടാക്കിയതൊന്നല്ലല്ലോ, നിയമപ്രകാരം നമുക്ക് ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്ത ഒരു ലീഗൽ എൻറ്റിറ്റി ആണ് എന്ത്, സംരംഭമാണ് കമ്പനി. ഇനി പെർപെച്വൽ സക്സഷൻ, അത് അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണത്, ലോ പ്രകാരം നിർമ്മിച്ച കൃത്രിമമായ മനുഷ്യനാണ്. ഇനി അടുത്ത പോയിന്റ്, ദ ലയബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം. അതായത് നമ്മളുടെ ലൈബിലിറ്റി, എൻ്റെ കയ്യിൽ ഇപ്പോൾ 400 ഷെയർസ് 4000 രൂപയ്ക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 4000 രൂപയാണ് എൻ്റെ എന്ത്, അല്ലെങ്കിൽ 400 ഷെയർ, എത്ര ഷെയർസ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, എത്ര പെർസെൻറ്റേജ്, എത്ര എണ്ണം, അതിനനുസരിച്ചായിരിക്കും എനിക്ക് ലൈബിലിറ്റി. എനിക്ക് ഒരു കമ്പനിയുടെ ഒരു പകുതി ഷെയർസ് എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പകുതി ലൈബിലിറ്റി എൻ്റെയാണ്. കാൽഭാഗം ഷെയർസ് എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കാൽഭാഗം ലൈബിലിറ്റി, ടോട്ടൽ ലൈബിലിറ്റിയുടെ കാൽഭാഗം ലൈബിലിറ്റി എനിക്ക് വരും. കടം ബാധ്യതയും ലോസൊക്കെ വരുമ്പോഴുള്ള കാര്യമാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറുതാക്കണമല്ലോ നമുക്ക്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു എന്ത്, വോളണ്ടറി അസോസിയേഷൻ, ദെൻ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇനി ലൈബിലിറ്റി ലിമിറ്റഡ് ടു നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയാം. ലൈബിലിറ്റി ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ഷെയർസ് പഠിക്കാം. ദെൻ കോമൺ സീലുണ്ട്, അടുത്ത പോയിന്റ് കോമൺ സീലുണ്ട്. മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും വന്ന് കമ്പനി ഭരിക്കലും കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറച്ച് ആൾക്കാരുടെ ഒരു സമിതി തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. അതാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പിന്നെ ഷെയർസ് ഓഫ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. അപ്പോൾ അതിൽ പഠിക്കാം, അപ്പോൾ ഷെയർസ് ഓഫ് കമ്പനി ഫ്രീലി അല്ലെങ്കിൽ ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് പഠിക്കാം സ്മോൾ ആയിട്ട്. കമ്പനി മസ്റ്റ് ഹാവ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഫോർ 1 lakh. പ്രൈവറ്റ് കമ്പനിക്കാണെങ്കിൽ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കൺസെപ്റ്റുകൾ, ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് +2 പഠിക്കാൻ പറഞ്ഞത്. കൺസെപ്റ്റുകൾ, അതായത് പ്രൈവറ്റ് കമ്പനിയിൽ ഇപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ എന്താക്കി, ഷെയർ ക്യാപിറ്റലിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് അപ്ലിക്കേഷൻ വിളിക്കും, പിന്നെ അലോട്ട്മെൻറ്റ്, പിന്നെ കോളപ്പ്, പിന്നെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കോളപ്പ് കഴിഞ്ഞാൽ പെയ്ഡപ്പ്, അങ്ങനെ നമ്മൾ കോൾ ചെയ്യും. ഓരോ ഷെയർസിന് ഓരോ റുപ്പീസായിട്ട്. ഇപ്പോൾ 10 റുപ്പീസിന് അലോട്ട്മെൻറ്റ് 3 രൂപ, ഫസ്റ്റ് കോള് 2 രൂപ, സെക്കൻഡ് കോള് 2 രൂപ, അങ്ങനെ നമ്മളിങ്ങനെ ലാസ്റ്റ് കോള് 3, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ടോട്ടൽ അലോട്ട്മെൻ്റ് അല്ലാതെ ബാക്കി നമ്മൾ അലോട്ട്മെൻറ്റും പിന്നെ നമ്മൾ കഴിച്ച കോളപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ചു കൊടുക്കുമല്ലോ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ടോട്ടലായിട്ടുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൊടുത്തിട്ടുള്ള എമൗണ്ട്, ഷെയർസിന് കൊടുത്തിട്ടുള്ള എമൗണ്ട്